ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മുടെ കൂടെ ഇൻട്രോ പറയാനായിട്ട് ഒരാളൂടെ ഉണ്ട് കേട്ടോ. നമ്മുടെ കുട്ടി വാവക്കൂടി ഉണ്ട്. ഇന്ന് അവൻ്റെ ഡേ ആണ്. അവൻ്റെ 6 മന്ത് ഫോട്ടോഷൂട്ടിൻ്റെ ഒരു വ്ളോഗാണിത്. അപ്പോൾ നാളെയാണ് അവന് 6 മന്ത് ആവുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് ചെറിയൊരു ഫോട്ടോഷൂട്ട് പോലെ ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗാണ്, അതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളായിട്ടുള്ള വ്ളോഗാണ് അല്ലേ കുട്ടാ? അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ കാണാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഈ ഫോട്ടോഷൂട്ടിന് വേണ്ടി മേടിച്ച സാധനങ്ങളാണ്. കേക്ക് ടോപ്പറും പിന്നെ ബലൂണ്, പിന്നെ ചെറിയൊരു ഹാഫ് ബർത്ത്ഡേ എഴുതി ഡെക്കറേറ്റ് ചെയ്യാനുള്ള സംഭവങ്ങളും ഒക്കെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ഒന്ന് അറേഞ്ച് ചെയ്യാം. ഇതിന്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഞാൻ ടെമൂന്നാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ കൂടെ നമ്മൾ 3D എഫക്റ്റ് വരുന്ന രീതിയിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ആദ്യം ഒന്ന് അയൺ ചെയ്ത് എടുക്കുകയാണ്. ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിന്റെ കൂടെ നമുക്ക് വേറെ ഒന്നും ആവശ്യമില്ല. അപ്പൊ ഞങ്ങൾ കുറച്ച് ബലൂൺസ് മാത്രം അവിടെ ഇവിടെ ആയിട്ട് വെക്കുന്നേ ഉള്ളൂ. വേറെ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇതിൽ കാണുന്ന പോലെയല്ല കേട്ടോ. ഫോട്ടോയിൽ വരുമ്പോൾ അതിന്റെ ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിന്റെ കൂടെ തന്നെ നമ്മൾ ബ്ലൂ ആൻഡ് ഒരു ലൈറ്റ് ബ്രൗണും ഗോൾഡൊക്കെ മിക്സ് ആയി വരുന്ന പോലത്തെ ഒരു കളറും ബലൂൺസ് മേടിച്ചായിരുന്നു, 2 കോർണറിലായിട്ട് വെക്കാനായിട്ട്. അപ്പൊ അത് സെറ്റ് ആക്കുവാണ്. ഇത്രയും ഡെക്കറേഷൻസ് നമ്മൾ ചെയ്യുന്നുള്ളൂ. ഈ ഒരു ബാക്ക്ഗ്രൗണ്ടും കുറച്ച് ബലൂൺസും പിന്നെ ഒരു മാറ്റ് ഇടുന്നുണ്ട്. പിന്നെ കേക്ക് എൻ്റെ ഇവിടുത്തെ ഒരു ഫ്രണ്ട് ഹന ചെയ്തതാണ്. ആള് നന്നായിട്ട് ബേക്ക് ചെയ്യും. അപ്പോൾ ആളുടെ അടുത്ത് നിന്ന് ഈ ഒരു തീമിൽ വരുന്ന ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് വരുന്ന പോലത്തെ ഒരു ഹാഫ് കേക്ക്, ഒരു കേക്കിനെ ഹാഫ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ചെറിയ ഗോൾഡൻ ബോൾസ് പോലെ ഉണ്ടായിരുന്നു ഡെക്കറേറ്റ് ചെയ്യാൻ, അതും തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കേക്ക് ടോപ്പർ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇതിന്റെ മുകളിൽ വെച്ചിട്ട് പിന്നെ ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അടുത്ത ഏറ്റവും വലിയ ടാസ്ക് ആണ് ഇവരുടെ ഫോട്ടോ എടുക്കല്. ഇവർ ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കില്ലല്ലോ. ഇപ്പോൾ മുട്ടിലെഴണ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങും. പിന്നെ കേക്ക് വെക്കുമ്പോൾ തട്ടിപ്പോവും. അങ്ങനെ ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു. അവനെ നമ്മളിങ്ങനെ എൻഗേജ് ചെയ്ത് ഇരുത്തണം, എന്നാലൊക്കെ എന്തെങ്കിലും ഒരു 1-2 നല്ല ഫോട്ടോ കിട്ടിയാലും മതി എന്നൊരു മൈൻഡ് സെറ്റിലായിരുന്നു ഞങ്ങൾ. കുറേ മണിക്കൂറോളം ഇതിന്റെ ഫോട്ടോസ് കിട്ടാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടെങ്കിലും റിസൾട്ട് ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും അപ്പുറമായിരുന്നു കേട്ടോ. അപ്പൊ അധികം പൈസ ചെലവില്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കാര്യമുള്ളത്. അപ്പോൾ നമ്മൾ സ്റ്റുഡിയോയിലൊക്കെ പോയിട്ട് കുറേ പൈസ കൊടുത്തെടുക്കുന്നതിനേക്കാളും നമ്മുടെ മൊബൈലിൽ ചെറിയ കുറച്ച് പ്രോപ്പർട്ടീസ് വെച്ചിട്ട് നമുക്ക് തന്നെ എടുക്കാവുന്ന കാര്യമാണ്. ബേബീസ് ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ. അവരുടെ സ്പെഷ്യൽ മൊമെന്റ്സ് ഒക്കെ നല്ല ഫോട്ടോസ് ഒക്കെ എടുത്ത് നല്ല മെമ്മറി ആയിട്ട് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും, അധികം പൈസ ചെലവില്ലാതെ. അങ്ങനെ ഫോട്ടോ സെക്ഷൻ കഴിഞ്ഞ് കേക്കൊക്കെ കട്ട് ചെയ്ത് ഞങ്ങൾ തന്നെ കഴിച്ചിട്ടോ. അപ്പൊ ഇത് വളരെ കുറഞ്ഞ ചെലവിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കാര്യമുള്ളൂ. ബേബീസ് ഒക്കെ ഉള്ളവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.